കസ്റ്റഡി മർദ്ദന ആരോപണം ഉയർന്ന കുണ്ടറയിലെ സിയാദിന്റെ മരണത്തിൽ പോലീസിന് വൻ വീഴ്ച സംഭവിച്ചു. സിയാദിനെ കസ്റ്റഡിയിലെടുക്കാൻ പരാതിക്കാരിയായ പെൺകുട്ടിയെ പോലീസ് ജീപ്പിൽ കൊണ്ടുപോയത് വനിതാ പോലീസ് ഒപ്പമില്ലാതെയാണ്. സിയാദിനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ SI അതുൽ യൂണിഫോമിലായിരുന്നില്ല. പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് സിയാദിനെ പോലീസുകാരൻ മർദ്ദിച്ചെന്നും വെളിപ്പെടുത്തി. സിയാദിന്റെ മരണത്തെ തുടർന്ന് കുണ്ടറ പോലീസിനെതിരെ ഉയർന്നത് ഗുരുതര ആരോപണങ്ങളാണ്. ജൂൺ 16 മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത സിയാദിനെ ജീപ്പിൽ വെച്ച് പോലീസ് മർദ്ദിച്ചതായി പരാതിക്കാരി തന്നെ പറയുന്നു. അർദ്ധരാത്രിയിൽ സിയാദിനൊപ്പം പ്രായപൂർത്തിയാകാത്ത പരാതിക്കാരിയെ പോലീസ് ജീപ്പിൽ കൊണ്ടുപോയത് വനിതാ പോലീസ് ഇല്ലാതെയാണ്. ഇല്ല, അതുൽ സാർ അങ്ങനെ പറഞ്ഞിട്ടില്ല. ശ്രീജി സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഇനി എന്താ പറഞ്ഞാലും നിന്നെ കൊണ്ട് പറയിക്കോ എന്നുള്ള കാര്യം ശ്രീജി സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അനിയന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്, അവൻ എവിടെ, കൊച്ചെവിടെ എന്നൊക്കെ ചോദിച്ചോണ്ടാ അടിക്കുന്നത്. ഞാൻ വണ്ടിയിലുണ്ടായിരുന്നു, വീട് അറിയത്തില്ലായിരുന്നു. അപ്പൊ വീട് കാണിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുവന്നു. സിയാദ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറേ ഞാൻ ഇത്രയും നേരം ആ കൊച്ചിനെ തപ്പി നടന്നേ, പിന്നെ ഞാൻ ആ കൊച്ചിനെ എവിടെയും കൊണ്ടുപോകത്തില്ലല്ലോ എന്നുള്ള കാര്യം സിയാദ് പറയുന്നത്. ശ്രീജിത്ത് മാത്രമാണ് അടിച്ചത്? ശ്രീജിത്ത് മാത്രമായിരുന്നു. കാരണം ഞാനും ശ്രീ സാർ ഒരു സീറ്റ് ഇരിക്കുന്നത് ബാക്കിലായിരുന്നു സിയാദ് ഇരുന്നത്. എന്റെ അടുത്തിരുന്നേ, അപ്പൊ സാറ് തിരിഞ്ഞിരുന്ന് അടിച്ചതായിരുന്നു. ഞാനും ശ്രീജി സാറും അതുൽ സാറും പിന്നെ ഒരു ഡ്രൈവറും, വേറെ ആരും ഇല്ലില്ല. ജൂൺ 17 സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ച സിയാദ് ചികിത്സയിലിരിക്കെ മരിക്കുന്നത് 38 ദിവസങ്ങൾക്ക് ശേഷമാണ്. പോലീസ് മർദ്ദനമാണ് മരണകാരണമെന്ന് കുടുംബം ആരോപിക്കുന്നു. ഞങ്ങൾക്ക് ഉറപ്പാ മറ്റാരും ഇടിച്ചിട്ടില്ല. ശ്രീജിത്ത് എന്ന് പറയുന്ന ആ പോലീസുകാരൻ മാത്രമേ എന്റെ പപ്പാടെ ദേഹത്ത് കൈ തൊട്ടിട്ടുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാ. എനിക്ക് അങ്ങനെ അടിക്കാനൊന്നും ആരും വരുത്തൂല്ല. ചിരിച്ച മുഖത്തോടല്ല വേറൊരാളെടുത്ത് ആർക്കും ഒരു ദ്രോഹത്തിന് പോവാത്ത ആളാ. പിന്നെ ആദ്യം പറഞ്ഞ് അടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ അടിച്ചെന്ന് തെളിവ് വന്നപ്പോഴാണ് ഇപ്പൊ അടുത്തത് മഞ്ഞപ്പിത്തമാണ്. മഞ്ഞപ്പിത്തം ആയിരുന്നായിരിക്കും, പക്ഷെ ഇടിച്ചെടുത്ത് വെള്ളക്കെട്ടുണ്ടായി, അവിടെ പഴുപ്പായി, അങ്ങനെയല്ലേ എല്ലാം സംഭവിച്ചത്. എല്ലാം സംഭവിച്ച് ഞങ്ങൾക്കില്ലാതാക്കി. ഈ കുടുംബങ്ങൾ പലതും തകർത്തുകൊണ്ടിരിക്കും. സംഭവത്തിൽ പ്രതിഷേധം ശക്തമായതോടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPയോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. റൂറൽ SPയുടെ മേൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ച് DYSPയാണ് അന്വേഷണം നടത്തുക. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മഞ്ഞപ്പിത്തമാണ് മരണകാരണമെന്ന് പറയുന്നു. സമഗ്രമായ അന്വേഷണം നടത്തി നടപടിയെടുക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം. ജനം, കൊല്ലം.